ഇന്ന് രാവിലെ അവൾ കുറച്ച് ലേറ്റായി. നോക്കിയപ്പോൾ അമ്മായിയമ്മ അടുക്കളയിലുണ്ട്. ഇനി അവരെ വായിരിക്കുന്ന വല്ലതും കേൾക്കേണ്ടി വരുമല്ലോ എന്ന് പേടിച്ചിട്ടാണ് അവൾ അടുക്കളയിലേക്ക് ചെന്നത് തന്നെ. കുഴപ്പമൊന്നുമില്ല, അമ്മായിയച്ഛ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു, കുറച്ച് പേടിയുണ്ട്. അടുക്കളയിൽ പ്രഭാത ഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു അവൾ കുളിച്ച് ഫ്രഷായിട്ടാണ് അടുക്കളയിലേക്ക് ചെന്നത്. ചായ എടുത്ത് കുടിച്ചു. അതിനുശേഷം കാപ്പി ഉണ്ടാക്കാൻ അവരെ സഹായിച്ചു. ചോറും കറിയൊക്കെ ഇനി അവർ കിടന്ന് വെക്കട്ടെ. ഇപ്പോൾ പഠിക്കാൻ പോയതിന് ശേഷം ചോറും കറിയൊക്കെ അവരാണ് എല്ലാം ചെയ്യുന്നത്. രാവിലത്തെ കാപ്പി മാത്രം അവൾ സഹായിക്കും. അങ്ങനെ കാപ്പി ഉണ്ടാക്കി അതും കഴിച്ച് അപ്പോഴത്തേക്ക് രവിയേട്ടൻ വന്നു. രവിയേട്ടനും ആഹാരം കൊടുത്തു. അതിനുശേഷം അവൾ നല്ലൊരു ചുരിദാറൊക്കെ എടുത്തിട്ട് ഇറങ്ങി കോളേജിൻ്റെ വളപ്പിൽ അദ്ദേഹം നിർത്തി. ഇറങ്ങുമ്പോൾ നീ വിളിക്കണം, രവി പറഞ്ഞു. വിളിക്കാം. അവൾ കോളേജിലെത്തി. ഫ്രണ്ട്സിനോടൊക്കെ സംസാരിച്ച് ക്ലാസ്സൊക്കെ തുടങ്ങി. ക്ലാസ്സെല്ലാം കഴിഞ്ഞതിന് ശേഷം തിരിച്ചിറങ്ങി. അവൾ വിചാരിച്ചു എന്തെങ്കിലും കഴിച്ചേക്കാം. അങ്ങനെ ഫ്രണ്ട്സും അവളും കൂടി ബേക്കറിയിൽ കയറി ഷാർജയും മുട്ട പപ്സും എല്ലാം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൾക്ക് രവിയെ ഓർമ്മ വന്നു. ഏട്ടനും കൂടി എന്തെങ്കിലും വാങ്ങിക്കണ്ടേ. അങ്ങനെ രവിയേട്ടന് മുട്ട പപ്സ് ഭയങ്കര ഇഷ്ടമാണ്. രവിയേട്ടനും അമ്മ കൂടി വാങ്ങിച്ചു. ശേഷം രവിയെ വിളിച്ചിട്ട് പറഞ്ഞു, ഏട്ടാ ഞാനിവിടെ നിൽപ്പുണ്ട്, വരാമോ? വരാം അവൻ പറഞ്ഞു. അവനും ഓഫീസിൽ നിന്ന് ഇറങ്ങിയിരുന്നു. അവളെ കണ്ടതും അവൻ ബൈക്ക് നിർത്തി. എനിക്ക് ആദ്യം നിന്നെ കണ്ടപ്പോൾ മനസ്സിലായില്ല, വേറെ ആരോ ആണെന്ന് വിചാരിച്ചു. അടുത്ത് വന്നപ്പോഴാണ് മനസ്സിലായത്. അവൻ പറഞ്ഞു. അപ്പോൾ വേറെ പെണ്ണുങ്ങളെ കൂടി നോക്കുന്നുണ്ട്, ശരിയാക്കി തരാൻ ഞാൻ, അവൾ തമാശയ്ക്ക് പറഞ്ഞു. ഞാനിന്ന് രവിയേട്ടന് ഇഷ്ടമുള്ളൊരു സാധനം വാങ്ങിച്ചിട്ടുണ്ട്, ബൈക്കിലിരുന്നുകൊണ്ട് അവൾ പറഞ്ഞു. എന്ത് സാധനം? രവിയേട്ടന് എന്തൊക്കെ ഇഷ്ടം സ്നാക്സിൽ, അത് പറ. അപ്പോൾ അവൻ പറഞ്ഞു, എനിക്കെല്ലാം ഇഷ്ടമാണ്, എന്നാലും പ്രത്യേകിച്ച് ബേക്കറിയിൽ കയറി ആദ്യം അന്വേഷിക്കുന്ന സാധനം എന്തുവാ? അത് മുട്ട പപ്സ്. എന്നാൽ അത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. രവിയേട്ടന് മാത്രം എല്ലാവർക്കും വാങ്ങിച്ചിട്ടുണ്ട്. നിനക്കിന്ന് എന്ത് പറ്റി? കടയിലൊക്കെ കയറാൻ? കടയിലൊക്കെ കയറി ജ്യൂസൊക്കെ കുടിച്ച് അത് എൻ്റെ കൂട്ടത്തിൽ മുട്ട പപ്സ് കഴിച്ചപ്പോൾ രവിയേട്ടന് ഓർമ്മ വന്നു. കഴിച്ചപ്പോൾ എന്നെ ഓർമ്മ വന്നു അല്ലേ? അപ്പോൾ കടയിൽ കയറിയപ്പോൾ നിനക്കെന്നെ ഓർമ്മ വന്നില്ല. അതല്ല, കഴിച്ചപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് കരുതി വാങ്ങിച്ചത്. അപ്പോൾ വാങ്ങിച്ചത് ഇപ്പോൾ തൊല്ലയായോ? അവൾ പറഞ്ഞു. അല്ല, ഞാൻ പറഞ്ഞതാ. അങ്ങനെ വീട്ടിലെത്തിയത് മുട്ട പപ്സ് എടുത്ത് അവൾ ടേബിളിൻ്റെ മേളിൽ വെച്ചു. അതിനുശേഷം അവൾ കുളിക്കാനായി പോയി. അമ്മായിയമ്മ അവർ റൂമിലേക്ക് കയറിയതും അതെന്ത് സാധനമാണെന്ന് പരിശോധിച്ചു. മുട്ട പപ്സ്. അവർക്ക് ചെറിയ സന്തോഷം തോന്നി. തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് മുട്ട പപ്സ്. അങ്ങനെ അവർ അപ്പോഴേക്കും ചായ റെഡിയാക്കി. ആഹാരം കണ്ടപ്പോഴത്തേക്ക് അവർക്ക് നല്ല ഉത്സാഹമായി. രവിയും രമ്യയും കൂടി കുളിച്ചിട്ട് ഹാളിലേക്ക് വന്നതും അമ്മ ചായ എല്ലാവർക്കും പകർന്നു. അവൾക്ക് അത്ഭുതം തോന്നി. സാധാരണ ഇതൊക്കെ എന്നെക്കൊണ്ട് ചെയ്യിക്കാറാ പതിവ്. ഇടയ്ക്കിടയ്ക്ക് ഇവർക്ക് ഇങ്ങനെ എന്തെങ്കിലും തിന്നാൻ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കാം, അപ്പോൾ ഇവർക്ക് കുറച്ചൊക്കെ സ്നേഹം വരുമെന്ന് അവൾ മനസ്സിൽ വിചാരിച്ചു. അങ്ങനെ ചായ കുടിച്ച് മുട്ട പപ്സ് എല്ലാം കഴിച്ച് ക്ലാസ്സിലെ കാര്യമൊക്കെ അവൾ രവിയോട് പറഞ്ഞു. ഹാളിൽ ഇരുന്നുകൊണ്ട്, എനിക്കൊന്നും കേൾക്കാൻ വയ്യ, നീ റൂമിലേക്ക് വന്നിട്ട് പറ, ഇവിടെ TV ഇട്ടേക്കുന്ന കാണാൻ വയ്യേ, അവൻ പറഞ്ഞു. അവനും രവിയും അടുത്തടുത്തിരുന്നാണ് TV കണ്ടത്. എന്നീര് ചേർന്നല്ല, പക്ഷേ എന്നാൽ ഒരുപാട് ദൂരവുമല്ല. രവിക്ക് പേടിയാണ് ചേർന്നിരിക്കാൻ. കാരണം ആൾക്കാരുടെ മുന്നിൽ വെച്ച് അവൾ നീങ്ങിക്കളയും. അപ്പോൾ അത് തനിക്ക് നാണക്കേടാണ്. അതുകൊണ്ട് ഇപ്പോൾ അവളോട് ചേർന്നിരിക്കാൻ രവി ചെല്ലാറില്ല. അങ്ങനെ TV ഒക്കെ കണ്ട് ആഹാരമൊക്കെ കഴിച്ച് റൂമിലെത്തിയതും അവൾ കോളേജിലെ കാര്യങ്ങളൊക്കെ രവിയോട് വിശദീകരിച്ചു. ഇന്ന് മറ്റേ മിസ്സ് പഠിപ്പിച്ചു, ഇന്നലെ അവരെ കണ്ടു, ഇവരെ കണ്ടു, ഇതെല്ലാം പറഞ്ഞു. ശേഷം കുറച്ച് പഠിക്കാനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ പഠിക്കുന്ന നേരത്തിന് രവി അവൾക്ക് കൂട്ടിനെ ഫോണിൽ കുത്തിക്കൊണ്ടിരുന്നു. അവൾ കുറച്ചു നേരം ഇരുന്ന് പഠിച്ച് അവൾ ഉറക്കം തൂങ്ങുന്നത് കണ്ടപ്പോൾ രവി അവളെ തട്ടി വിളിച്ചു. കിടന്നുറങ്ങുമെന്ന് പറഞ്ഞു. കിടന്നുറങ്ങി, നീ ഇപ്പോൾ നാളെ പഠിക്കാം ബാക്കി. അവൾക്ക് നന്നായി ഉറക്കം വരുന്നുണ്ടായിരുന്നു. അവൾ കസേരയിലിരുന്ന് നന്നായിട്ട് മയങ്ങി. പക്ഷെ പറയുന്നതൊന്നും അവൾക്ക് മനസ്സിലാവുന്നില്ല. അത്രയ്ക്കത്തോളം ഉറക്കത്തിലെത്തി. ബോധമില്ലാതെ ഇരിക്കുകയാണ്. രവി ബുക്ക് മടക്കി വെച്ചിട്ട് അവളുടെ കയ്യിൽ പിടിച്ച് പൊക്കി എഴുന്നേൽപ്പിക്കാൻ നോക്കി. ഒരു രക്ഷയില്ല. പുള്ളിക്കാരി നന്നായിട്ട് ഉറങ്ങി. അവൻ ഒരു കൊച്ചു കുട്ടി എന്ന പോലെ അവളെ എടുത്ത് തോളിലേക്കിട്ട് കട്ടിലിൽ കൊണ്ട് കിടത്തി. അവളിതൊന്നും അറിഞ്ഞതേയില്ല. നല്ല രീതിയിൽ ഉറങ്ങുകയായിരുന്നു. അതിനുശേഷം അവൻ ലൈറ്റ് അണച്ച് താഴെ കിടന്നു. അവളെ പൊക്കിയെടുത്ത ആ നിമിഷത്തെക്കുറിച്ച് അവനിങ്ങനെ ചിന്തിച്ചു. അവളിപ്പോൾ ഉറങ്ങാതെ ഇരുന്നെങ്കിൽ ഇപ്പോൾ അവളെ ഇങ്ങനെ എടുക്കാൻ പറ്റുമായിരുന്നോ? ഉറങ്ങിയതുകൊണ്ട് എടുക്കാൻ സാധിച്ചു. അവന് മനസ്സിൽ എന്തെന്നില്ലാത്ത ആനന്ദം തോന്നി.
അവളെന്നും ഇങ്ങനെ ഉറങ്ങിയിരുന്നെങ്കിൽ അവളെ പൊക്കിയെടുത്ത് കട്ടിലേക്ക് കിടത്താമായിരുന്നു. അവളെ പൊക്കിയെടുത്തപ്പോൾ അവളുടെ മുടിയിലെ കാച്ചെണ്ണയുടെ ഗന്ധം അവന് എന്തെന്നില്ലാത്ത ഒരു ആനന്ദമുണ്ടാക്കി. നല്ല മണം. അവളുടെ അമ്മ കാച്ചി കൊടുത്തു വിടുന്നതാണ്. മോളുടെ മുടിയിൽ പണ്ട് മുതലേ കാച്ചെണ്ണയാണ് തേക്കുന്നത്. ആ മണം അവനെ വല്ലാതെ ആകർഷിച്ചു. എന്തു ചെയ്യാനാ, ആകർഷിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അടുത്തേക്കൊന്ന് ചെന്നിരിക്കാൻ പോലും അവൾ അനുവദിക്കില്ല. എന്നെങ്കിലും ഒരിക്കൽ മാറും, എന്തായാലും തൻ്റെ ഭാര്യയല്ലേ, മാറാതിരിക്കുമോ? അവന് മനസ്സിൽ ഒരു പ്രതീക്ഷ മുളച്ചു. അവളെയും ഓർത്തുകൊണ്ട് അവൻ ഉറങ്ങി. അങ്ങനെ അച്ഛൻ പോകാനുള്ള ദിവസം എത്തി. അടുത്ത ദിവസം രാവിലെ അച്ഛൻ പോവുകയാണ്. എന്തെന്നില്ലാത്ത വിഷമം തോന്നി രമ്യയ്ക്ക്. രവിക്ക് ഇത് പതിവായതുകൊണ്ട് അവന് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. രവിക്ക് എന്തോ ഒരു സെക്യൂരിറ്റി നഷ്ടപ്പെടുന്നതാണെന്ന് തോന്നി. കാര്യം അച്ഛനുള്ളപ്പോൾ അമ്മ ഒരുപാട് ഒതുങ്ങുന്നുണ്ട്. അച്ഛനില്ലെങ്കിൽ പിന്നെ അമ്മ ആര് പറഞ്ഞാലും കേൾക്കാത്ത ഭാവമാണ്. അച്ഛൻ പോകുന്നതോർത്ത് അവൾക്ക് എന്തെന്നില്ലാത്ത സങ്കടം മനസ്സിൽ തോന്നി. അച്ഛനും അത് മനസ്സിലായി. അച്ഛൻ പോകാൻ നേരം അവളുടെ അടുത്തേക്ക് വന്നു. മോള് വിഷമിക്കാതെ, അച്ഛൻ ഇനി കുറച്ച് നാളും കൂടെ അവിടെ നിൽക്കത്തുള്ളൂ. അമ്മക്ക് ഇവിടെ സെറ്റിലാവാം, അമ്മക്ക് അടിച്ച് പൊളിക്കാന്നേ അദ്ദേഹം പറഞ്ഞു. എന്ത് നല്ല മനുഷ്യൻ, അവൾ വീണ്ടും വീണ്ടും ഓർത്തു. അമ്മായിയമ്മയ്ക്ക് ഇതൊന്നും പിടിക്കുന്നില്ലായിരുന്നു. തന്നെക്കാട്ടിയും കൂടുതൽ മരുമോളെ സ്നേഹിക്കുന്നത് ഒട്ടും പിടിക്കുന്നില്ല. അദ്ദേഹം അത് മൈൻഡ് പോലും ചെയ്തില്ല. അങ്ങനെ എല്ലാവരോടും കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞു അദ്ദേഹം പോകാനിറങ്ങി. അവൾ സങ്കടത്തോടെ റൂമിലേക്ക് പോയി. എന്തോ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. രവി ചോദിച്ചു, നിനക്കെന്ത് പറ്റി പെട്ടെന്ന്? അച്ഛനുള്ളപ്പോൾ എന്തോ ഒരു വലിയ സമാധാനമുണ്ടായിരുന്നു, സ്വസ്ഥതയുണ്ടായിരുന്നു. അമ്മയ്ക്ക് നല്ല മാറ്റം ഉണ്ടായിരുന്നു. ഇനി അച്ഛൻ പോകുമ്പോൾ അമ്മ പഴയപടിയാകുമോ എന്നാണ് പേടി. നീ ധൈര്യമായിട്ടിരിക്കുക, അമ്മ അങ്ങനെയൊന്നും കാണിക്കില്ല. അങ്ങനെ അവൾ കോളേജിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകളായി നടത്തി. ദിവസങ്ങൾ പൊക്കോണ്ടേയിരുന്നു. ഒരു ദിവസം അത് സംഭവിച്ചു. എന്താണെന്നല്ലേ നിങ്ങൾ കാത്തിരിക്കുന്ന ആ നിമിഷം? അത് ഞാൻ പറയാനായിട്ട് അടുത്ത സ്റ്റോറിയിൽ വരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റോറി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.